നമസ്കാരം. F&S ഫാർമ ബൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗവൺമെൻറ് അനലിസ്റ്റ് ഗ്രേഡ് 3 ഡേറ്റഡ് 2011 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് പാർട്ടാണിത്. 81 തൊട്ട് 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ നൽകിയ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക വീഡിയോസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 81. ദ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് കളർ കോഡ് ഫോർ കംപ്രസ്ഡ് എയർലൈൻസ്. ഓപ്ഷൻ എ വൈറ്റ്, ബി ഗ്രേ, സി ബ്ലാക്ക്, ഡി ബ്രൗൺ. കംപ്രസ്ഡ് എയർലൈനിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. ലേബിൾ കളർ എന്ന് പറയുന്നത് ബ്ലൂ വിത്ത് ടെസ്റ്റ് കളർ വൈറ്റ് ആണ്. സോ ഇവിടെ ഓപ്ഷൻ എ വൈറ്റ് ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 82. ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ഗോസ് എബോവ് നോർമൽ ഇൻ. ഓപ്ഷൻ എ പോളിസൈത്തീമിയ, ബി മെറ്റാലിക് പോയ്സണിങ്, സി റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഡി കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്. നമുക്കറിയാം HB ലെവൽ കൂടുന്ന ഏതവസ്ഥയിലാണ് പോളിസൈത്തീമിയ വരിക. അതായത് ഇറ്റ് ഇസ് എ ഡിസീസ് ആണ് വിച്ച് കോസസ് ദ ബോഡി ടു മേക്ക് ടു മെനി ബ്ലഡ് സെൽസ് ആൻഡ് കോസസ് ദ ബ്ലഡ് ടു ബി തിക്കർ ദാൻ യൂഷ്വൽ. ആ കണ്ടീഷനാണ് വി കോൾഡ് ആസ് പോളിസൈത്തീമിയ വരിക. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 83. In patient order system, option A, patient receives drug from hospital pharmacy by producing prescription. B, patients are given medicine by the ward nurse as per entry in patient case sheet. C, pharmacists give the ready for administration drugs to patients or their bed as per entry in case sheet. D, none of the above. In patient order system, അവിടെ എന്താ സംഭവിക്കുന്നത്? പേഷ്യൻസ് ആർ ഗിവൻ മെഡിസിൻ ബൈ ദ വാർഡ് നഴ്സ് as per entry in patient case sheet. Next question, question number 84. What IV loading dose should be used to administer a drug to a 60 kilogram woman if the target plasma concentration is 15 mg per liter? Volume of distribution from literature is 0.45 liters per kg. The drug shows one compartment kinetics. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? നമുക്കറിയാം ഒരു ഫോർമുല VD എന്ന് പറയുന്നത്, അതായത് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് പ്ലാസ്മ കോൺസെൻട്രേഷൻ, ദാറ്റ് ഇസ് IV ബോളസ് ഡോസ് ഡിവൈഡഡ് ബൈ പ്ലാസ്മ കോൺസെൻട്രേഷൻ ആണ് VD എന്ന് പറയുന്നത്. സോ IV ബോളസ് ഡോസ് എന്ന് പറയുന്നത് VD ഇൻറ്റു പ്ലാസ്മ കോൺസെൻട്രേഷൻ. പ്ലാസ്മ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് ഇവിടെ തന്നിട്ടുണ്ട് 15 mg per ലിറ്റർ. VD തന്നിട്ടുണ്ട് 0.45 ലിറ്റർ പെർ kg ആണ്. സോ ഫോർ 60ക്ക് എത്രയാകും? 0.45 ഇൻറ്റു 60 ആവും. സോ നമുക്ക് ഇത് എളുപ്പം കണ്ടുപിടിക്കാം. IV ബോളസ് ഡോസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു VD ഇൻറ്റു പ്ലാസ്മ കോൺസെൻട്രേഷൻ. ദാറ്റ് ഇസ് ഈക്വൽ ടു VD ഇസ് 0.45 ഇൻറ്റു 60 kg ഉള്ള വിമൻ ആയതുകൊണ്ട് ഇൻറ്റു CP എന്ന് പറയുന്നത് 15 വിച്ച് ഇസ് ഈക്വൽ ടു 405, ദാറ്റ് ഇസ് 405 mg. ഓപ്ഷൻ ബി. Question number 85. An endogenous marker of glomerular filtration rate. Option A, para-aminohippuric acid, B, inulin, C, creatinine, D, alpha bromophthalin. ക്വസ്റ്റ്യനിൽ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട് എൻഡോജീനിയസ് മാർക്കർ. നമുക്കറിയാം മാർക്കർ ഓഫ് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് ക്രിയാറ്റിനിൻ, ഇനുലിനൊക്കെ നമുക്ക് പറയാം. പക്ഷേ എൻഡോജീനിയസ് മാർക്കർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ക്രിയാറ്റിനിൻ ആണ്. Serum creatinine is the most common endogenous marker used for estimating glomerular filtration rate. So, the correct answer option C. Question number 86. Who among the following is not an ex officio member of the Central Pharmacy Council of India? Option A, Director General Health Service, B, Drug Controller India, C, Director of Central Drugs Laboratory, D, President Indian Medical Council. Question number 86ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആണ് ശരിക്കും സെൻട്രൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിലുള്ളത്. ദാറ്റ് ഇസ് ഡയറക്ടർ ജനറൽ ഹെൽത്ത് സർവീസ്, ഡ്രഗ് കൺട്രോളർ ഇന്ത്യ ആൻഡ് ഡയറക്ടർ ഓഫ് സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 87. ദ ചെയർമാൻ ഓഫ് AICTE is option A, appointed by the central government, B, elected from among the members, C, nominated by UGC,
D. Secretary to Government in Ministry of Central Government dealing with Education. AICTയിലെ ചെയർമാനെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ എ ആണ്. സെൻട്രൽ ഗവൺമെൻറ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 88. ലൈഫ് പീരീഡ് ഓഫ് ഡ്രഗ്സ് ആർ ഗിവൻ ബൈ ഓപ്ഷൻ എ ഷെഡ്യൂൾ യു, ബി ഷെഡ്യൂൾ വൈ, സി ഷെഡ്യൂൾ എ, ഓപ്ഷൻ ഡി ഷെഡ്യൂൾ പി. ലൈഫ് പീരീഡ് ഓഫ് ഡ്രഗ്സ് ഏതാണ്? ഷെഡ്യൂൾ പി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 89. What is the penalty on first conviction if the report of a government analyst is used for advertising any drug? Option A, fine up to rupees 500. B, imprisonment for not less than 6 months. C, fine up to rupees 5,000. D, imprisonment for not less than 6 months and fine up to rupees 5,000. ഫസ്റ്റ് കൺവെക്ഷനിൽ എത്ര രൂപയാണ് ഫൈൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കൺവെക്ഷനിൽ ഫൈൻ അപ് ടു rupees 500 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 90. The nominated and elected members of DTAB, that is Drug Technical Advisory Board, hold office for option A 5 years, B 2 years, C 1 year, D 3 years. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 3 years ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 91. The central government opium factories are located at option A Idukki and Kanpur, B Jalgaon and Parel, C Baroda and Nagpur, D Ghazipur and Neemuch. ഏതാണ് കറക്റ്റ് ആൻസർ? ഗസിപൂർ ആൻഡ് നീമുച്ച്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഗവൺമെൻറ് ഓപ്പിയം ഫാക്ടറി ലൊക്കേറ്റ് ചെയ്യുന്നത് ഗസിപൂർ ആൻഡ് നീമുച്ച്. Question number 92. Which among the following statement is not applicable to manufacture outside bond? Outside bond ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ആപ്ലിക്കബിൾ അല്ലാത്തത്? ഓപ്ഷൻ എ, മാനുഫാക്ചർ ഹാസ് ടു ബി കണ്ടക്റ്റഡ് ബിറ്റ്വീൻ സൺറൈസ് ആൻഡ് സൺസെറ്റ്. ബി, only alcohol on which duty has been paid has to be used. C, alcohol is to be used under excise supervision. D, the excise officer can take samples from finished stock at least once every month. ഏതാണ് ഇതിലെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി, ആൽക്കഹോൾ ഈസ് ടു ബി യൂസ്ഡ് അണ്ടർ എക്സൈസ് സൂപ്പർവിഷൻ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 93. Which among the following is under the control of the central government according to the Poisonous Act? Option A, granting import license. B, maximum quantity of poison which may be sold or maximum quantity of poison which may be sold to a person. C, granting wholesale or retail license. D, all the above. പോയ്സണസ് ആക്ട് പ്രകാരം എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ വരുന്നത്? മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് പോയ്സൺ വിച്ച് ക്യാൻ ബി സോൾഡ് ടു എ പേഴ്സൺ ആറ്റ് ഇസ് അണ്ടർ സെൻട്രൽ ഗവൺമെൻറ് ഓർ ഇറ്റ് ഇസ് പ്രൊഹിബിറ്റഡ് ശരിക്കും പറഞ്ഞാൽ. സോ ഓപ്ഷൻ ബി, സെയിൽ ഓഫ് പോയ്സൺ ഇസ് പ്രൊഹിബിറ്റഡ് or it should be under control by. Question number 94. The penalty of unauthorized claim of patent rights. Option A, imprisonment up to 2 years. B, fine up to 1 lakh rupees. C, rigorous imprisonment up to 6 months. D, fine up to rupees 10,000. Unauthorized claim of patent rights in ശരിക്കും rigorous imprisonment up to 6 months fine up to rupees 10 lakhs വരെയും വരാം. So option C ആണ് ഇവിടെ correct answer. 95. Select the class 1 food preservative. Option A, benzoic acid. B, ascorbic acid. C, propylparaben. D, common salt. തന്നിരിക്കുന്നത് ഏതാണ് ക്ലാസ് 1 ഫുഡ് പ്രിസർവേറ്റീവ്? എന്താണ് ക്ലാസ് 1 പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസ് ആണ് ക്ലാസ് 1 പ്രിസർവേറ്റീവ്. അതായത് ഒരു ലിമിറ്റ് ഇല്ല, ദർ ഇസ് നോ മാക്സിമം ലിമിറ്റ് ഇല്ലാത്ത അണ്ടർ ലോ ഫോർ ഇറ്റ്സ് യൂസിന് മാക്സിമം ലിമിറ്റ് ഇല്ലാത്തത് പ്രിസർവേറ്റീവ്സിനെ നമ്മൾ ക്ലാസ് 1 പ്രിസർവേറ്റീവ് എന്ന് പറയും. എക്സാമ്പിളിൽ വരുന്നതാണ് കോമൺ സോൾട്ട്, ഷുഗർ, ഡെക്സ്ട്രോസ്, ഗ്ലൂക്കോസ് സിറപ്പ്, വിനീഗർ, അസറ്റിക് ആസിഡ് ഒക്കെ. സോ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി, കോമൺ സോൾട്ട്. Question number 96. Membranous invagination of the bacterial plasma membrane is known as. Option A, pillae. B, fimbriae. C, mesosa. D, filament. C, mesosom ആണ് കറക്റ്റ് ആൻസർ. മീസോസോം അല്ലെങ്കിൽ കോൺട്രിയോട്സ് എന്ന് പറയുന്നത് മെംബ്രേനിയസ്
invaginations in plasma membrane of bacteria ആണ്. It is produced by chemical fixation techniques used to prepare the samples for electron microscopy. Next, question number 97. After autoclaving, the vent can be opened only when the pressure falls to atmospheric pressure. This is done mainly, option A, to avoid mainly vigorous boiling and frothing of liquids in unsealed containers. B, to avoid partial evaporation of solution. C, to increase the time of exposure. D, for easy explosion of steam. ഏതാണ് കറക്റ്റ് ആൻസർ? എക്സ്പ്ലോഷൻ ഓഫ് സ്റ്റീം മൊത്തം പുറത്തേക്ക് പോകണം എങ്കിൽ മാത്രം, ബിക്കോസ് നമുക്കറിയാം സ്റ്റീമിന് ഭയങ്കര എമൗണ്ട് ഓഫ് ഹീറ്റാണുള്ളത്. സോ ഇത് ബേൺസ് ഒക്കെ എക്സ്പ്ലോഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ വെൻറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം പ്രഷർ ഫോളോ ചെയ്തതിന് ശേഷം മാത്രമേ ഓട്ടോക്ലേവ് വെൻറ്റ് ഓപ്പൺ ആക്കുന്നത് പ്രഷർ ഫോളോ ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ ഫോർ ഈസി എക്സ്പ്ലോഷൻ ഓഫ് സ്റ്റീം. Next, question number 98. The antimicrobial activity of ethylene oxide is due to, option A, coagulation of bacterial protein, B, oxidation, C, alkylation of groups in protein, D, ionization of atoms of extended molecules. എത്തിലിൻ ഓക്സൈഡിൻ്റെ ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റിയുടെ മെക്കാനിസം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആൽക്കൈലേഷൻ ഓഫ് ഗ്രൂപ്പ് ഓൺ പ്രോട്ടീൻ. ക്വസ്റ്റ്യൻ നമ്പർ 99. Which among the following is a vaccine containing living bacteria? ലിവിങ് ബാക്ടീരിയ ഉള്ള വാക്സിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, പോളിയോ വാക്സിൻ, ബി, BCG വാക്സിൻ, സി, കോളറ വാക്സിൻ, ഡി, ടൈഫസ് വാക്സിൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ലിവിങ് ബാക്ടീരിയ ഉള്ളത് BCG വാക്സിൻ. ക്വസ്റ്റ്യൻ നമ്പർ 100. The phenol coefficient test in which the reaction mixture contains suspended yeast. Option A, Riedel-Walker, B, Crown agents test, C, AOAC test, D, Chick-Martin ടെസ്റ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ, റീഡൽ വാക്കർ ടെസ്റ്റ് ആണ് ഫീനോൾ കോഫിഷ്യൻ ടെസ്റ്റ് ഇൻ വിച്ച് ദ റിയാക്ഷൻ മിക്സ്ചർ കണ്ടെയ്നിങ് സസ്പെൻഡഡ് ഈസ്റ്റ്. ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടിനും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.